to yet another episode of Sunday Stories. അപ്പോൾ ഇന്ന് നമ്മൾ സീ ഫുഡ് പ്ലാറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനുള്ള കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് നമ്മളൊരു മാളിലേക്ക് പോവാണ്. ഇവിടെ അടുത്തുള്ള ഒരു മാളിൽ മാഞ്ചസ്റ്ററിലേക്ക് കണ്ടു പോകണം. അപ്പോൾ മാഞ്ചസ്റ്റർ അറണ്ടൈൻ മാളിൽ നമുക്കൊരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇവള് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. സീ ഫുഡ് പ്ലാറ്റർ തായ് ബൊഫറ്റിൽ നിന്ന് കഴിച്ചതിന് ശേഷം അത് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനാണ് ഇന്നിപ്പോൾ പോകാൻ പോണത്. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. ഇത് ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് രണ്ട് ഔട്ട്ഫിറ്റ് നമ്മൾ നമ്മുടെ ഷോപ്പിംഗ് ചലഞ്ചിൽ നമ്മൾ മീൻസ് എടുത്ത അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത ഔട്ട്ഫിറ്റാണ് ഇത് രണ്ടും. എങ്ങനെയുണ്ട്? അപ്പൊ ഇനി നമ്മള് പുറത്തിറങ്ങിട്ട് ഓക്കെ. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ട്രെയിനാണ് പോണത്. കാരണം അവിടെ പാർക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാഞ്ചസ്റ്റർ ഭയങ്കര പാർക്കിംഗ് ഫീസ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ട്രെയിനാണ് പോണത്. കുറേ നാളായി ഇപ്പോൾ ട്രെയിനിൽ പോയിട്ട്. മറ്റേത് ട്രെയിൻ ജീവികളായിരുന്നു. കുറേ നാളായി. ഇന്നിപ്പോൾ നല്ലൊരു ക്ലൈമറ്റും കൂടിയാണ് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുത്തോ. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ബാക്കി കാണാം. 4 മിനിറ്റും കൂടി ഉള്ളൂ ട്രെയിൻ എത്താനായിട്ട്. വേഗം ഓടി പോവാണ്. റെയിൽവേ സ്റ്റേഷൻ എത്തി. മാഞ്ചസ്റ്റർ സെൻട്രൽ സോണും. നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 3 ആണ്. പ്ലാറ്റ്ഫോം നമ്പർ 3ക്ക് ഓടിക്കൊണ്ടിരിക്കുക. 2 മിനിറ്റ് ട്രെയിൻ വരും. നല്ല തിരക്കാണ്. അപ്പം അങ്ങനെ മാഞ്ചസ്റ്റർ പിക്കറ്റിലെത്തി. ഇനിയിപ്പോൾ എന്നാ പരിപാടി? ഇനി ഇവിടെ നിന്നൊരു 5 മിനിറ്റ് വാക്കുണ്ടല്ലേ? 5 മിനിറ്റ് വാക്കുണ്ട് അറണ്ടൈൻ മാളിലേക്ക്. അപ്പോൾ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരാൾക്ക് വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്നുമില്ല. അപ്പോൾ മാളിലെത്തിയിട്ട് കാണിച്ചു തരാം. അതിനിടയിൽ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും കാണിച്ചു തരാം. ഫസ്റ്റ് വേൾഡ് വാർ 100th anniversary of the end of first world war. എന്തത്? ഇതിനെന്താ പറയാ? ഇത് വാറിന്റെ ഭാഗമായിട്ടുള്ള എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചേക്കണതാണ്. ട്രെയിൻ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ ഈ കണ്ണ് കാണാത്ത ആൾക്കാരെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ണ് മാത്രം ഓക്കെ ആയിട്ടുള്ളൊരു പുള്ളിയുടെ ഒരു ഇതാണ്. വാറിൻ്റെ എന്തോ സെറ്റപ്പാണെന്ന് പറഞ്ഞു. നല്ല സമ്മർ മൂഡാണ് ഇവിടെ ഫുൾ. കാരണം ഭയങ്കര തിരക്കും കുറേ ട്രാവലേഴ്സ് ഉണ്ട് വീക്ക് ഡേ ആയിട്ട് വരാൻ. നല്ല ക്ലൈമറ്റ് അല്ലേ? നല്ല ക്ലൈമറ്റ്, നല്ല അടിപൊളി ക്ലൈമറ്റാ. ഇപ്പൊ ഞാൻ എന്തോ കാര്യമായിട്ട് എന്നോട് പറയാണ്ടെന്ന് പറയണ. എന്നാ പറയാനുള്ളത്? എനിക്ക് ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് ഇടുമ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല കുട്ടിയായിട്ട് നിൽക്കാൻ തോന്നുന്നു. ലൈക്ക് അപ്പൊ ഈ വീഡിയോയിൽ ഇവളെങ്ങാനും നല്ല കുട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഡ്രസ്സ് ഇട്ടേണ്ട ഒരു പ്രശ്നമാണ്. ഓക്കെ, നേരെ നോക്ക്, നേരെ അടക്ക്. ഇങ്ങോട്ട് നോക്കിയാണ്ട് KFC ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് തന്നെ പോകും.
അപ്പം പണ്ട് ഉടായിപ്പാ ഇനി പുറത്തിറങ്ങി ഇപ്പോഴും ഇഷ്ടം. പിന്നെ ഞാൻ തീറ്റ കൊടുത്തിട്ട് ഞാൻ പുറത്തിറക്കിയത്. പക്ഷെ എന്താണെന്നറിയില്ല, KFC ഉണ്ടപ്പോൾ എന്തെങ്കിലും മേടിച്ച് കഴിക്കാൻ തോന്നും. അപ്പോൾ KFC ഓർഡർ ചെയ്യാം. ഞാൻ കഴിച്ചു. ക്യാഷ് ഓൺലി ഇരുന്നു ഇവിടെ. മുഞ്ചി ഗൈസ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ മെഷീൻ എന്തോ കംപ്ലൈൻറ്റ് വന്നിട്ട് അവിടെ ക്യാഷ് ഓൺലിയാണ്. നമ്മുടെ കയ്യിലൊന്നും ക്യാഷ് ഇല്ല. ഒരാവശ്യമില്ല, വെറുതെ പുറത്തിറങ്ങുമ്പോഴുള്ള വിശപ്പാണ്. ഒരാവശ്യമില്ല. ഇങ്ങനെ KFC പോയി, കുഴപ്പമില്ല, നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ. ഹെവി ഫുഡ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഓക്കെ ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ, സോറി. ശരി. ഫുഡ് കഴിച്ചിട്ട് വന്നത്. മാഞ്ചസ്റ്റർ വന്നു കഴിഞ്ഞാലേ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിക്കുന്നത് ഈ സാധനം എന്നറിയോ, ഈ സ്ട്രീറ്റ് ഫുഡ്. അടിപൊളി ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്. നീ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡാണ്. ഫുഡുണ്ട്, ഇന്ത്യൻ ഉണ്ട്, തായ്ലൻഡ് ഉണ്ട്, ആഫ്രിക്കൻ ഉണ്ട്, കൊറിയൻ ഉണ്ട്, കുറേ ഉണ്ട്. എല്ലായിടത്തെ സ്ട്രീറ്റ് ഫുഡും ഇവിടെ കിട്ടും. Rice roll with chicken. Rice roll with chicken. Yeah, we call it kimbap. Do you want to try? Is that the one? ഇപ്പോൾ സ്ട്രീറ്റ് ഫുഡിൻ്റെ വഴി കൂടെ നടന്നപ്പോൾ ജാനിനൊരാൾ മാടി വിളിച്ചു. എന്നിട്ട് Seven rice roll. ട്രൈ ചെയ്യാൻ Only പറയണേ. chicken. ട്രൈ ചെയ്യും, രസം മേടിക്കാം. You need a big bite. Trust me, you will be like it. Trust me. എങ്ങനെയുണ്ട്, കൊള്ളാവോ? Tuna classic, sweet and sour beef, spicy beef melt, minced beef, chili yogurt, And the mozzarella. full Yeah. model will be like this. Like this, right? It have cheese on the top. Okay. And you can choose cornflakes and crispy onion. It's up to you. ഓക്കെ. ഏതാ? Spicy chicken delight. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്നപ്പോൾ എന്നാ കൊറിയൻ, ഇന്നപ്പോൾ കൊറിയൻ ഫുഡ് ഉണ്ടോ? ഇന്ന് കൊറിയൻ. നമ്മുടെ വ്ലോഗ് കണ്ടവർ വിചാരിക്കും Full ഓൾറെഡി തീറ്റയാണ്. വി ആർ ചബ്ബി കപ്പിൾസ് ആയതുകൊണ്ട് തന്നെ അവർ പറയും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ജീവിക്കണതാണ്, ഫുഡ് സത്യമാണ്. കഴിക്കാൻ വേണ്ടി വ്ലോഗ് എടുക്കണതാണ്. പക്ഷെ സത്യമാണ്, അപ്പുറത്ത് വേറെ എന്താണ് കാണുന്നുണ്ടോ ഞാൻ. So we would like to get some sweet chili sauce. No, thank you. Mayo. What about the pickles? ചീസ്. Yeah. Yeah. It's cheese. നൈസ്. What about the crispy onion? Can I just? Yeah, a little bit. Yeah. It's very nice. Yeah, you can add it. ഭയങ്കര അടിപൊളി പാക്കിംഗ് അല്ലേ, നല്ല ഭംഗിയുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. ഇത് നമുക്ക് മാളിൽ പോയിരുന്നിട്ട് ട്രൈ ചെയ്യാം. നല്ല വിശപ്പുണ്ട്, ഇത് കഴിക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ എത്തില്ലെങ്കിൽ മാർക്കറ്റ് അടയ്ക്കും. സാധനങ്ങൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഇത് കഴിക്കും. മേടിച്ച് കഴിഞ്ഞാലേ നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ത്വരയിൽ നമ്മൾ എത്രയും പെട്ടെന്ന് സാധനങ്ങൾ മേടിക്കും. വേഗം വാ, ഫിഷ് മാർക്കറ്റ് എത്തി. കണ്ടോ മുഖം മുണക്കി അങ്ങോട്ട് ഓട്ടോമാറ്റിക്കാ പറയാനുള്ളത്, അതിനെപ്പറ്റി തന്നെ പറയാനുള്ളത്. അതെങ്ങനെയാ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് പോയത്? ഞാനൊരു സ്ത്രീയാകുന്നു, ആ, okay. അതിനാൽ ഓട്ടോമാറ്റിക്കലി കണ്ണങ്ങോട്ട് പോകും. ആ ഓക്കെ ഓക്കെ. അങ്ങനെ ഫിഷ് മാർക്കറ്റ് എത്തി. പിന്നെ ഫിഷ് മാർക്കറ്റിലെ കാണിക്കണം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഏതാ? നെയ്മീനുണ്ട്. നെയ്മീനൊക്കെ വില നോക്കി നെയ്മീൻ വേണ്ട, നെയ്മീൻ കാണിച്ചതോ. 31 പോകണ്ടോ കിലോന്? ഇതല്ല ഒക്ടോബസ് അല്ലത്, ഉൾക്കൊണ്ടൽ കൂന്തളല്ല അല്ല, ഒക്ടോബസ്. octopus. നമ്മുടെ സാധനമാണ്, നമ്മൾ തരുന്ന സാധനമാണ് ഇത്. ചെമ്മീൻ 1 കിലോ 1 കിലോൻ്റെ വില ഹാഫ് കെ ജി മതി. വർഷങ്ങളായിട്ട് 11 pounds. പണ്ട് മുതൽ അവനാ പണ്ട് മുതലല്ല, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എപ്പോഴും ഞാൻ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കും, വാങ്ങാണ്ട് വേറെ മീനുകളിലേക്ക് സ്വിച്ച് ചെയ്യും. പിന്നെന്താ? ഓ ഇതെന്നാ സാധനം? ഇത് ഓക്സ്റ്ററല്ലേ? ഇതാണ് ആ സാധനം. Oyster. കുഞ്ഞ് ഒക്ടോബസുകൾ.
you got crab And I've got on today, you're coming tomorrow. tomorrow? Blue and brown will be here Friday. Oh, what to do? എന്ത് ചെയ്യും? ക്രാബില്ല. അപ്പൊ ഇത് 2 ഷോപ്പാട്ടോ. ഇത് അപ്പുറപ്പുറമായിട്ട് 2 ഷോപ്പാണ്. അപ്പൊ അപ്പുറത്തെ ഷോപ്പിൽ ക്രാബ്സ് ഉണ്ട്. ബ്ലൂ ക്രാബ് ഉണ്ടെന്ന് പറയണത്. ഇത്ര നല്ല കുട്ടപ്പുണ്ടായിട്ടാണോ ആളില്ലെന്ന് പറഞ്ഞത്? സന്തോഷമായില്ലേ? എന്റെ മനസ്സൊന്ന് ചത്തായിരുന്നു. അടുക്കല ക്ലീൻ ചെയ്ത് തരുമോ? കുക്ക്ഡ് ക്രാബ് സ്റ്റിക്സ് നല്ല അതൊരു 10p for each. ക്ലീൻ ചെയ്യണോ? ക്ലീൻ Can't. Yeah. Not allowed to. No. Some of them are live and some of them are not, but we're not allowed to chop them on the book. Ah, it's okay, we will talk. Thank you. 14. നല്ല റേറ്റ് ഉണ്ടല്ലോ. ക്രാബിന് നല്ല റേറ്റ് ഉണ്ട്. മീനെണ്ണം തന്നെ 14 കൊണ്ടോളായില്ല. ബാക്കിയൊക്കെ ഓക്കെയാ. എടാ അത് പറയണ്ട മറ്റേ ക്രാബ്. Sorry, can we get some crab sticks as well? 6 of them. അപ്പുറം നമ്മൾ മറ്റേ ക്ലാംസും പിന്നെ എന്തായിരുന്നു സ്ക്വിഡും കക്കർച്ചിയും കൂന്തളും നമ്മൾ ഓൾറെഡി വാങ്ങിയായിരുന്നു. ഫ്രോസൺ ഓൾറെഡി വാങ്ങിയായിരുന്നു. ഇപ്പോൾ ഇവിടുന്ന് ക്രാബ്, ക്രാബും പ്രോൺസും പിന്നെ ക്രാബ് സ്റ്റിക്സും. ക്രാബ്സ്. അപ്പോൾ വിചാരിച്ച പോലെ കേട്ടോ, വന്ന പരിപാടി സിമ്പിളായിട്ട് നടന്നു. ഒറ്റയടിക്ക് ആദ്യം ഒന്ന് വിഷമിപ്പിച്ചു സാധനം. പറഞ്ഞു ഒരു സൈഡിൽ. പക്ഷേ 2 ഷോപ്പാണ്, അപ്പുറം ഇപ്പുറം 2 ഷോപ്പാണ്. അപ്പോൾ ഇപ്പുറത്തെ ഷോപ്പിൽ പുള്ളി അപ്പുറത്തെ ഷോപ്പിൽ ചോദിച്ചിട്ട് അപ്പുറത്തെ സാധനം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയി സാധനം എടുത്തു. അപ്പോൾ നമ്മൾ വിചാരിച്ച പരിപാടി സാധനങ്ങൾ മൊത്തം കിട്ടി. മേടിച്ച സാധനം ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ മേടിച്ച കൊറിയൻ അങ്ങനെ സാധനം ഇത് സ്പൈസി ചിക്കൻ ക്രോസന്റ്. ട്രൈ ചെയ്യാം. ഇതിങ്ങനെ കയ്യിലെടുത്ത് കഴിക്കണം, അതാണ് എളുപ്പം. കയ്യിലെടുത്ത് കഴിക്കുന്നതായിരിക്കും. അവിടെ തന്നെ ആദ്യം കഴിച്ചോട്ടെ, എന്നിട്ട് അവിടെ അഭിപ്രായം പറയട്ടെ. ഇത് 2 പേർ കഴിക്കാനുള്ള സൈസ് ഉണ്ട് കേട്ടോ, അല്ലേ? ചെറിയ ക്രോസൻ്റ് ഒന്നുമല്ല കേട്ടോ, വലിയ ക്രോസൻ്റാണ്. അതിനുള്ളിൽ ഒരുപാട് ഫില്ലിംഗ് ഉണ്ട്. വെറൈറ്റി കേട്ടോ, അടിപൊളിയാണ്. മേലെ ചീസും ഓണിയൻ, ജലാപ്പിനോ, ഫ്രൈഡ് ഓണിയൻസ്. ഫ്രൈഡ് ഓണിയൻസിന് നല്ല ടേസ്റ്റ്. അതുപോലെ പുള്ളിക്കാരി പറയുകയും ചെയ്തു ഫ്രൈഡ് ഓണിയൻസ് നല്ല. അതുപോലെ ഈ ഇതില്ലേ എന്താ പറയുക, ക്രോസോൺ. നല്ല അടിപൊളി ക്രോസോൺ കേട്ടോ. നൈസ് കോംബോ അല്ലേ? അടിപൊളി കൊറിയൻ ഫുഡാണ്. എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം. സോ നമ്മൾ ഇവിടെ കുറച്ച് കടകളിലൊക്കെ ഇങ്ങനെ കയറി ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. കാരണം നമുക്കിനി എന്താണ് പ്ലാറ്റർ ഉണ്ടാക്കണം, സമയം എടുക്കും. പോവാ. അപ്പം ഇനി ട്രെയിനിൽ വെച്ച് വേണം. പോപ്പ് മാർട്ടിൻ്റെ ഷോപ്പ്. പോപ്പ് മാർട്ടിൻ്റെ ഷോപ്പിൽ നിനക്കെന്ന കാര്യോട് മെഗാ കളക്ഷനാണ് ഇവിടെ ഉള്ളത്. സാധനങ്ങൾ. ഇതിൻ്റെ പേരെന്നായിരുന്നടി? മാഞ്ചസ്റ്ററിലെ പോപ്പ് മാർട്ട്. പേരെന്നായിരുന്നു? പേരിട്ട് ലബൂബിന്റെ വലുത്. ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, വില എത്രയാ? 215 പൗണ്ടോ? എന്ത് ഭംഗി കണ്ടിട്ടാണെന്ന്. ഇവിടെ ഇംഗ്ലീഷുകാർ മാത്രമല്ല എല്ലാവരും. 220 പൗണ്ട് ബ്ലാക്കിന്, 215 പൗണ്ട് വൈറ്റിന്, വേൾഡ് കപ്പ് 95 പൗണ്ട്. എൻ്റെ അമ്മയുടെ ആഫ്റ്റർനൂൺ ടീ ഡയറീസ്. ഓ അത് കപ്പ് മഫിൻസ് അങ്ങനത്തെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ, അല്ലേ? ഈ പോപ്പ് മാർട്ടി കയറിയിട്ട് ടു എക്സ്പെൻസീവ്. 2 അല്ല 3
ഫോർ എക്സ്പെൻസീവ്. ഓക്കെ, ഈ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതാവേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ ആവശ്യമായിട്ട് കുറേ വീഡിയോസ് എടുത്ത കാരണം ഇതും ലോങ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പോൾ നമ്മളിതും പാർട്ട് 2 ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, ആക്കിയിടുന്നതായിരിക്കും, പാർട്ട് 2 ആക്കിയിടുന്നതായിരിക്കും. ഇൻ കേസ് എഡിറ്റ് ചെയ്യുമ്പോഴെങ്ങാനും ലോങ് വീഡിയോ ആവണമെങ്കിൽ. ഒരു സംഭവം ഉണ്ടായി, അതായത് അവള് മാഞ്ചസ്റ്ററിൽ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ആ ടിക്കറ്റ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് ട്രെയിനും അവള് അതിന് മുന്നത്തെ ട്രെയിനും പോയി. ഇവിടെ സ്റ്റോപ്പ് ബോർഡിൽ എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ വെയിറ്റ് ഉണ്ടാവും. എവിടെയെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം ആളിവിടെ ഉണ്ടോ നോക്കാം. ഫൈനലി ആളെ നമ്മൾ തിരിച്ച് പോയി 2 ഡിഫറെൻറ്റ് ട്രെയിനിലായിട്ട് തിരിച്ചിലാണ്. അങ്ങനെ ആളെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആളെ തിരിച്ച് കിട്ടി. എവിടെയായിരുന്നു? ഞാൻ ട്രെയിൻ സ്റ്റേഷനിൽ ഞാൻ ഫസ്റ്റ് എത്തി. ഇവളോട് ഞാൻ അപ്പളേ പറഞ്ഞത് ആ ടിക്കറ്റ് എടുക്കല്ലേ, എനിക്ക് എടുക്കാൻ പറ്റില്ല. അതായത് 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള ട്രെയിൻ ടിക്കറ്റ് എടുത്താണ്. അത് 2 മിനിറ്റ് മുന്നേ ചിലപ്പോൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചാലേ കിട്ടുള്ളൂ. ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ലേ, ഞാൻ പറഞ്ഞു എടുക്കൽ എനിക്ക് കിട്ടില്ലെന്ന്. അത് എടുത്തു ആയി തന്നെ. പിന്നെ അതിന് ആ ട്രെയിനിൽ കയറ്റി വിട്ട് അടുത്ത ട്രെയിനിൽ കയറിയിട്ടാണ് ഞാൻ വന്നത്. ഒരു കഷ്ടപ്പാടുകളെ. പറഞ്ഞത് കേൾക്കാത്ത ഭാര്യമാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതാ പ്രശ്നം. വ്ളോഗ് തുടങ്ങിയത് എന്തിനാന്നറിയോ? ഭാര്യനെ കുറ്റപ്പെടുത്താൻ. നാട്ടുകാരറിയട്ടെ, എല്ലാവരും അറിയട്ടെ, ഒരു കാര്യമില്ല. പാവം പെട്ടു. ഇതെല്ലാം 6-7 മാസം മുന്നേ ചിന്തിക്കണായിരുന്നു. നടന്നു ചെയ്യണ്ടായിട്ടോ. അപ്പൊ വീടെത്താറായി. ഇനി വീടെത്തിയിട്ട് കുക്കിംഗ് ചെയ്യുമൊന്ന് അധികം ശക്തിയോടെ ചെയ്യും നമ്മള്. പിന്നെ കുക്കിംഗ് കാരണം ഈ ദിവസമില്ല, ഇനി ഡ്യൂട്ടിയാണ്. 2-3 ഡേയ്സ് ഡ്യൂട്ടിയാണ്. ഇനി അടുക്കളയിൽ കാണാം.